Hi guys, എല്ലാവരും ഒരുപാട് ഇൻട്രസ്റ്റോടുകൂടി നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ഗെയിം ഡെവലപ്മെന്റ് എന്നൊരു കോഴ്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി കോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊരു രീതിയിലാണ് ഈ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ആദ്യമേ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് പ്രിൻസ് തോമസ്. ഞാൻ ബിടെക്കാണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ഗെയിം ഡെവലപ്മെന്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാൻ 3 വർഷത്തോളം 2 കമ്പനികളിലായിരുന്നു ഗെയിം ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഗെയിംസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളൊക്കെ ഗെയിംസിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഫ്യൂച്ചറുള്ള ഒരു കരിയറാണ്. ഇപ്പോൾ ഗെയിംസിന്റെ കാര്യങ്ങളിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റവന്യൂ എല്ലാം കിട്ടാറുണ്ട്. PUBG എന്ന് പറഞ്ഞ ഗെയിം 2020 ഉണ്ടാക്കിയ റവന്യൂ മാത്രം $2.6 ബില്യൺ ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം എത്ര വലുതാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ വ്യാപ്തി. അതുപോലെ തന്നെ PUBG ഒരു മൾട്ടിപ്ലെയർ 3D ഗെയിമാണ്. ഒരു 2D ക്യാൻവാസിൽ ചെയ്ത കാൻഡി ക്രഷ് എന്ന ഗെയിം 430 മില്യൺ ആണ് ഒരു ഈ ലാസ്റ്റ് 9 months കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ എൻറ്റയർ കരിക്കുലം Avodha.comന്റെ ഗെയിം ഡെവലപ്മെന്റ് സെക്ഷന്റെ അടിയിലുള്ള കരിക്കുലത്തിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ അവസാനം ഇത് ഈ കോഴ്സ് ചെയ്ത ഏതൊരു കുട്ടിക്കും സ്വന്തമായിട്ട് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഗെയിം ഡെവലപ്മെന്റ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നവരുടെ ഏറ്റവും വലിയ സംശയമാണ് ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഗെയിം ഡെവലപ്മെന്റിലേക്ക് വരേണ്ടത് എന്നത്. ചിലരൊക്കെ പറയും ബിടെക് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ MCA, MSc കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെ ഒരു നിർബന്ധമോ ഒരു നിബന്ധനകളോ ഗെയിം ഡെവലപ്മെന്റ് ഇല്ല. അത്യാവശ്യം ഒരു ലോജിക്കും സാമാന്യം കോമൺ സെൻസും ഉള്ള ഏതൊരാൾക്കും ഗെയിം ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റുഡന്റിന്റെ സൈഡിൽ നിന്ന് പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതായത് എങ്ങനെ ഒരു യൂണിറ്റി എഞ്ചിൻ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഏത് യൂണിറ്റിയുടെ ഏത് വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് കവർ ചെയ്യാനുള്ളത് ഒരു ലാർജ് ഏരിയ ഓഫ് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് യൂണിറ്റി എഞ്ചിൻ പരിചയപ്പെടണം. യൂണിറ്റി എഞ്ചിനകത്തുള്ള ഓരോരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും നമുക്കറിയണം. എങ്ങനെ ഒരു പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ആ പ്ലഗിൻ ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് യൂണിറ്റി എഞ്ചിനകത്ത് ആഡ്സ് അല്ലെങ്കിൽ ഇന്നർ പർച്ചേസ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, ഓരോരോ സീനിനകത്ത് എങ്ങനെ ആ സീനിനകത്ത് കളർ ചെയ്യാം, ലൈറ്റ് അപ്പ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഓരോ പ്ലേയേഴ്സിനെ അവിടെ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മുതൽ യൂണിറ്റി എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള C# എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രോഗ്രാമിംഗ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾ പഠിപ്പിക്കും. അതുപോലെ ഗെയിംസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അത് സൗണ്ട്സിന്റെ ഇന്റഗ്രേഷൻ, അതുപോലെ തന്നെ ഡിസൈനിന്റെ ഇന്റഗ്രേഷൻ, കളറിംഗ്, അതുപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂണിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ബിൽഡ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ അതിനുവേണ്ടി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ജാവ, JDK, NDK അതിലൊക്കെ ഇൻസ്റ്റാളേഷൻ ആവശ്യമാണ്. ആ ഇൻസ്റ്റാളേഷൻ യൂണിറ്റിയായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നത് തുടങ്ങി. പിന്നെ നമ്മൾ കോഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. അതിനകത്ത് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അതിന്റെ അഡ്വാൻറ്റേജസ്, അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ യൂണിറ്റിയിലുള്ള ആനിമേഷൻസ്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നമ്മുടെ ഈ യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഗെയിം ഡെവലപ്മെന്റിന്റെ കോഴ്സ്. So, if you guys enjoyed this video, and thanks for watching.